തൊഴിലുറപ്പ് പദ്ധതിയിൽ ബജറ്റിൽ വിഹിതം വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ച് NREG വർക്കേഴ്സ് യൂണിയൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുഴുവൻ പഞ്ചായത്തുകളിലും തൊഴിലുറപ്പ് തൊഴിലാളികൾ പ്രതിഷേധ സമരം നടത്തി. ഇതിന്റെ ഭാഗമായി ദേവികുളങ്ങര പഞ്ചായത്തിൽ നടന്ന സമരം യൂണിയൻ ജില്ലാ പ്രസിഡന്റ് S. പവനനാഥൻ ഉദ്ഘാടനം ചെയ്തു. തൊഴിലുറപ്പിന് ബജറ്റിൽ വിഹിതം വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ച് NREG വർക്കേഴ്സ് യൂണിയൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജൂൺ 22-ന് മുഴുവൻ പഞ്ചായത്തുകളിലും തൊഴിലുറപ്പ് തൊഴിലാളികൾ പ്രതിഷേധ സമരം നടത്തി. ഇതിന്റെ ഭാഗമായി ദേവികുളങ്ങര പഞ്ചായത്തിൽ നടന്ന സമരം യൂണിയൻ ജില്ലാ പ്രസിഡന്റ് S. പവനനാഥൻ ഉദ്ഘാടനം ചെയ്തു. ആ പദ്ധതിയുടെ പേര് ആദ്യം ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആയിരുന്നു. ഇല്ലാതെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. അത് 2005-ലാണ് ഇന്ത്യ രാജ്യത്ത് നടപ്പാക്കി രാഷ്ട്രപതി ഒപ്പിട്ട് നമ്മളെല്ലാം തൊഴിലിന് വേണ്ടി ആവശ്യമുള്ള ആദ്യത്തെ ശമ്പളമൊക്കെ നിങ്ങൾക്കറിയാം. ആ ശമ്പളം 50-ൽ നിന്ന് പിന്നത് ഇപ്പം 369-ലേക്കാണ്. 400 സംസ്ഥാനമുണ്ട്. ബീഹാർ 400-ആണ്. പക്ഷെ കേരളത്തിൽ 369-ആണ്. ചെറുതെങ്കിലും നമുക്കൊരാശ്വാസമായി. ഏരിയ പ്രസിഡന്റ് ശ്രീലത S. തമ്പി, ദേവികുളങ്ങര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളിക്കല, മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ S. രേഖ, ആരോഗ്യ വിദ്യാഭ്യാസ കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിന്ദു, മേറ്റ് സുധ എന്നിവർ പങ്കെടുത്തു. ജൂലൈ 1 മുതൽ തൊഴിലുറപ്പ് പദ്ധതി മാറ്റി കേന്ദ്ര ഗവൺമെന്റ് VBGRMG പദ്ധതി നടപ്പാക്കുകയാണ്. ഈ പദ്ധതിയിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് 125 തൊഴിൽ ദിനങ്ങൾ നൽകുമെന്നാണ് പറയുന്നത്. എന്നാൽ അത്രയും തൊഴിൽ കൊടുക്കുന്നതിനുള്ള ഫണ്ട് കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ചിട്ടില്ല. തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കാനുള്ള കേന്ദ്ര ശ്രമങ്ങൾക്ക് പിന്തുണ നൽകിയാണ് കേരള സർക്കാരിന്റെ ബജറ്റ്. തൊഴിലുറപ്പ് പദ്ധതി ജൂലൈ 1 മുതൽ തൊഴിലുറപ്പില്ലാത്ത പദ്ധതിയായി മാറുകയാണ്. സംസ്ഥാന വിഹിതമായി 1422.60 കോടി രൂപ മാത്രമാണ് കേരള സർക്കാർ വകയിരുത്തിയിട്ടുള്ളത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കേന്ദ്രം VBGRAMG എന്ന് പുനർനാമകരണം ചെയ്യുകയും സംസ്ഥാന വിഹിതം 40% വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു. അതിനാൽ സംസ്ഥാന വിഹിതമായ 2900.96 കോടി രൂപയാണ് കണ്ടെത്തേണ്ടിയിരുന്നത്. ആവശ്യമായതിനേക്കാൾ 668 കോടിയിലധികം രൂപയാണ് ബജറ്റിൽ കുറച്ചത്. ഇത് സംസ്ഥാനത്ത് തൊഴിലുറപ്പ് ദിനങ്ങൾ വെട്ടിച്ചുരുക്കാൻ ഇടയാക്കും. തൊഴിലാളികൾക്ക് കൂലി കുടിശ്ശികയാകുകയും ചെയ്യും. VBGRAMG പദ്ധതിയിൽ 5227.4 കോടി രൂപയാണ് കേന്ദ്രം കേരളത്തിന് അനുവദിച്ചിട്ടുള്ളത്. 60:40 അനുപാതത്തിൽ 3136.44 കോടി രൂപ കേന്ദ്ര വിഹിതമാണ്. സംസ്ഥാന വിഹിതമായ 2090.96 കോടി മുൻകൂറായി വകയിരുത്തിയാലേ കേന്ദ്ര വിഹിതം ലഭിക്കൂ. 125 തൊഴിൽ ദിനങ്ങൾ ലഭിക്കുന്നതിന് കേരള ബജറ്റിൽ മതിയായ തുക വയ്ക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം സംഘടിപ്പിച്ചത്. CD Net ദേവികുളങ്ങര.